ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് ബാക്കിയില്ല, അതിന് മുന്നേയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതിനൊന്നും ഒരു മിനിറ്റ് പോലും എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പം വിചാരിക്കും ഞാൻ മാറ്റി കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന്. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കൊക്കെ തെറ്റിപ്പോകും കേട്ടോ. അതൊക്കെ എല്ലാവരും ക്ഷമിച്ചിട്ട് വേണം ഇതൊക്കെ വീഡിയോ കാണാൻ, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഫോണ് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ഒരു ഫോണ് ഞാൻ നോക്കുന്നുണ്ട്, അടിപൊളി ഫോണ്. പക്ഷേ എങ്കിൽ നമ്മളെ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്. അപ്പം എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, ആദ്യം എല്ലാം ക്ലാരിറ്റി ഒന്നും ഉണ്ടായിട്ടോ എല്ലാവരുടെ ഉള്ള ഫോൺ കൊണ്ടാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനും ചെറിയൊരു കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. എന്നാലും എനിക്ക് കുഴപ്പമില്ലാണ്ട് എനിക്ക് റീച്ച് വ്യൂവേഴ്സൊക്കെ എല്ലാത്തിനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ യൂട്യൂബിൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഞാൻ വീഡിയോ ഇടും. അങ്ങനെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ഞാനൊക്കെ ഇന്നൊരു ഡാൻസിൻ്റെ മേക്കപ്പ് ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ ഞാൻ വെച്ചു കാഷ്വലായിട്ട് ഇത് ഇടാം, കുറച്ചും കൂടി എനിക്കൊരു കംഫർട്ടബിൾ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ കുളിച്ച് മുടിയൊക്കെ ഞാൻ ഉണക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡെയിലി ഇടുന്ന എൻ്റെ ഇലത്താലി ഇട്ടാണ് ഞാൻ പോവാറ്. അപ്പോൾ അതാകുമ്പോൾ പേളും പവിഴവും ഉള്ളത് ചെയിനാണ്. വേറെ തന്നെ എല്ലാ ഡ്രസ്സിനും ഒരു ലുക്കാണ് ഇട്ട് കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ ആദ്യം മുടിയൊക്കെ ഒന്ന് ശരിയാക്കി. അങ്ങനെ ഞാൻ ആദ്യം മോയ്സ്ചറൈസറാണ് ഞാൻ ഇടുന്നത്. മോയ്സ്ചറൈസർ ഇട്ടിട്ട് കുറച്ച് ഉണങ്ങാൻ വേണം. അങ്ങനെ ഉണങ്ങാനൊന്നും എനിക്ക് സമയമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഉണ്ട്. മോയ്സ്ചറൈസർ ഫോക്സ് ടെയിലിൻ്റെതാണ് ഞാൻ ഉപയോഗിക്കുന്നത്, എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ട്. അപ്പോൾ സൺസ്ക്രീൻ ഞാൻ ബയോട്ടിക്കിൻ്റെതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ 2-3 തരം ഞാൻ ഉപയോഗിക്കും. അപ്പോൾ ഏതാണ് നല്ലത് എന്ന് വെച്ചാൽ ഓരോ കമ്പനി ഓരോ പ്രാവശ്യം നോക്കും. എല്ലാം നമുക്ക് നോക്കണമല്ലോ ഏതാണ് കംഫർട്ടബിൾ. എനിക്ക് കുറച്ചും കൂടി ഈ കമ്പനികൾ കംഫർട്ടബിളാണ്. അത് കഴിഞ്ഞ് ഞാൻ കൺമിഷ് ചെയ്യാണ്ട്. അതിന് മുന്നേ ഞാൻ പൊട്ട് ഇട്ടിനായിരുന്നു. പൊട്ട് ഒന്നും വെച്ചിട്ട് കാണുന്നില്ല. അപ്പോൾ ജീൻസിന് പിന്നെ പൊട്ട് ആവശ്യമില്ല, പക്ഷേ എന്നാൽ എനിക്കൊരു കുഞ്ഞി പൊട്ട് വേണം. അതൊരു എൻ്റെ ഒരു ഇഷ്ടം അങ്ങനെയാണ്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഹിമാലയൻ്റെ ഒരു കൺമിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ നല്ലൊരു കാജൽ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയി. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് NBAയുടെ നല്ല അടിപൊളി വെൽവെറ്റ് ഒരു കളറാണ്, പേർപ്പിൾ കളർ പോലത്തെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിച്ച കളർ അതല്ല, പക്ഷേ വന്ന ഇതാണ്. പക്ഷേ ഞാൻ 2 ഷെയ്ഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതും ഞാൻ ഇതിനും കൂടെ ഒരു പിങ്ക് കൊടുക്കുന്നുണ്ട്, നല്ല അടിപൊളി ഷെയ്ഡ് എന്നൊക്കെ കേട്ടോ. ഞാൻ ഇപ്രാവശ്യം ഇതാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ ഓരോ 2 മാസം കൂടുമ്പോൾ ഞാൻ ഓരോ കളറാണ് ഞാൻ ഉപയോഗിക്കുക. അത് കൂടുതൽ റെഡും പിങ്കാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഈ കളർ ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എൻ്റെ കുറച്ച് പിരിയൊക്കെ ഒന്ന് ഡാർക്കാക്കി. എന്തായാലും പോകുന്നല്ലേ, അപ്പം ഷോപ്പിലൊക്കെ നമുക്ക് ആൾ വരും. എൻ്റെ ഓഫീസ് ഉണ്ട് കേട്ടോ, ഓഫീസ് അതിൻ്റെ മേലെയാണ്. അവിടെ ഇരിക്കും. ഫ്രീ ആകുമ്പോൾ അത് താഴെ എൻ്റെ ഫ്രണ്ട് വൈഷ്ണവി ഉണ്ടാവും. അവിടെ നിന്നാണ് നമ്മൾ റീലും ഇതൊക്കെ എടുക്കുന്നത്. അപ്പം നമ്മൾ കുറച്ചും കൂടിയും റീൽസൊക്കെ എടുക്കാനുണ്ട്. ഇപ്പോൾ വിഷു ഒക്കെ വരുന്ന സാധനം ഇറക്കാനുണ്ട്, പോയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നമ്മൾ ഇനോഗ്രേഷന് കൊണ്ടുപോകുന്ന കുറേ സാധനങ്ങൾ നമുക്ക് തീർന്നു. റെൻറ്റിനൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മൂലക്കട ആണ് വരുന്നത്. റെൻറ്റിനൊക്കെ നമുക്ക് നല്ലോണം പോകുന്നുണ്ട്. ഇപ്പം ഞാൻ വളക്കാപ്പിന് പോയിട്ടുണ്ട്. നല്ലോണം സാധനങ്ങൾ നമുക്ക് പോകുന്നുണ്ട്. പിന്നെ മുസ്ലിംസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റോൺസിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞതാണ്. അങ്ങനെ എൻ്റെ കുറച്ച് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ്. അങ്ങനെ വലിയ മേക്കപ്പ് ഒന്നുമില്ല, അത് ഫോൺ ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് അങ്ങനെ തോന്നുന്നതാണ്. ഞാൻ വാച്ചൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് എൻ്റെ മേക്കപ്പൊക്കെ ഞാൻ തീർത്തു. എന്നാലും എനിക്കൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് കണ്ണാടി എന്നൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു സമാധാനം. നമ്മൾ പുറത്തിറങ്ങുന്നതല്ലേ, മൊത്തത്തിൽ നമ്മളൊന്ന് സെറ്റായി വരണമല്ലോ. ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ടതല്ലേ, അതെല്ലാം ഒന്ന് പിടിച്ച് ഒരു 5 മിനിറ്റ് പിടിക്കണമല്ലോ. നല്ല അത് കറക്റ്റ് നമ്മുടെ ഫേസിലിട്ടാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ആയിരിക്കുമല്ലോ നമ്മൾ മേക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെ ഫൗണ്ടേഷൻ ഒന്നും അല്ല കേട്ടോ. ഇങ്ങനത്തെ സൺസ്ക്രീനും മോയ്സ്ചറൈസറും നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൺമേശി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മേക്കപ്പ് എന്ന് പറയാം. അങ്ങനെ എൻ്റെ ഷോപ്പിൽ ഞാൻ എത്തി. ഇതൊക്കെയാണ് എൻ്റെ ഷോപ്പിലെ കാര്യങ്ങൾ കേട്ടോ. വളയുണ്ട്, ചെയിനുണ്ട്, റെൻറ്റിനുണ്ട്. ബാക്കി ഈ വീഡിയോ ഞാൻ അടുത്ത എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചെയിനൊക്കെ പരിചയപ്പെടുത്താൻ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.